ഇന്നത്തെ എൻ്റെ പണി ക്ലീനിങ് ആയിരുന്നു കേട്ടോ. കുഞ്ഞൂസ് പോയപ്പോൾ തുടങ്ങിയതാണ്. ഇപ്പോൾ ഏകദേശം ഉച്ചയൊക്കെ ആവാനായിട്ടുണ്ട്. ഇപ്പോഴാണ് ക്ലീനിങ്ങും പരിപാടികളൊക്കെ തീർന്നത്. അസുഖമൊക്കെ ആയതുകൊണ്ട് 2 ആഴ്ചത്തോളമായി ശരിക്കും ഒന്ന് ക്ലീനൊക്കെ ചെയ്തിട്ട്. അപ്പോൾ നല്ല പണിയുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് റൂം ഫ്രഷറും കൂടി അടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ എനിക്കിന്ന് കറി വെക്കണം. ഉച്ചത്തേക്കുള്ള കറിക്ക് വേറെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ കറിക്കുള്ളത് അന്വേഷിച്ച് പോവുകയാണ്. അപ്പോൾ പയറുണ്ടായിരുന്നു. കുഞ്ഞൂസും അമ്മയും നട്ട പയറാണ് കേട്ടോ ഇത്. പക്ഷേ പയർ നോക്കുമ്പോൾ പയർ ഒന്നും തന്നെ മൂത്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഏറ്റവും ടെൻഷനുള്ള ഒരു കാര്യം കറീൻ്റെ പരിപാടിയിലാണ് കേട്ടോ. എന്താണ് ഈ ഡെയിലി കറി വെക്കേണ്ടത് എന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷനാണ്. ചിക്കനോ മീനോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പോകും. അല്ലാത്ത ദിവസങ്ങളിൽ ഒപ്പിക്കാനാണ് കേട്ടോ പണി. പിന്നെ എന്താ പറയുക, നമ്മൾ ഈ രാവിലത്തെ കഴിഞ്ഞ് ഉച്ചത്തെ കഴിഞ്ഞ് വൈകുന്നേരത്തെ കഴിഞ്ഞ് എല്ലാം ദിവസം ഇങ്ങനെ ഡെയിലി റുട്ടീൻ ആകുമ്പോഴേ പിന്നെ രാവിലെ എന്തുണ്ടാക്കണം എന്ന് വൈകുന്നേരം തന്നെ ചിന്തിക്കണം. അങ്ങനെ ആകുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭ്രാന്ത് വരും കേട്ടോ. അതിൻ്റെ ഇടയിൽ ചെറിയൊരു ബ്രേക്കൊക്കെ എടുത്ത് പുറത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ വീട്ടിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഒരു സമാധാനം. ഇപ്പോൾ അസുഖമൊക്കെ ആയതുകൊണ്ട് പുറത്തൊക്കെ ഒന്നും പോകാത്തതുകൊണ്ട് ആകെ ഭ്രാന്തെടുത്ത് നിൽക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. പിന്നെ ഞാൻ നോക്കുമ്പോൾ മമ്പയർ ഉണ്ടായിരുന്നു കേട്ടോ. മമ്പയർ എനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല. പിന്നെ മമ്പയർ ഇങ്ങനെ പുളി വെക്കുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. മമ്പയർ പുളി വെക്കുകയെന്ന് വെച്ചാൽ മമ്പയർ ഒന്ന് വറുത്ത് കഴുകി അതിനകത്ത് മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കും. പിന്നെ അതിനകത്തേക്ക് തേങ്ങയും പിന്നെ ജീരകവും വെളുത്തുള്ളിയും കൂടി അരച്ച് ചേർക്കും. പിന്നെ അതിനകത്ത് പുളി ഒഴിച്ചിട്ട് അങ്ങനെ വെക്കുന്ന എല്ലാവരും എങ്ങനെയാണോ മമ്പയർ പുളി വെക്കാന്ന് എനിക്കറിയില്ല. നിങ്ങൾ എങ്ങനെയാണ് വെക്കുന്നത്, വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് വെക്കുന്നത് എന്നുള്ളതൊന്ന് പറഞ്ഞു തരണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ സോയാ ചങ്ക്സ് ഇല്ലേ അതൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. ആ സമയമാകുമ്പോഴത്തേക്കും മമ്പയർ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനകത്തേക്ക് കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കൂടി ചൂടാക്കിയിട്ടു. പിന്നെ തേങ്ങ അരച്ചതും കൂടി ചേർത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ വാളംപുളിയില്ലേ വാളംപുളിയും കൂടി ഒന്ന് പിഴിഞ്ഞൊഴിച്ചു കേട്ടോ. പിന്നെ വറവിടാണ്. വറവിടുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടി ചതച്ച് ചേർക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ടേസ്റ്റുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതാ എൻ്റെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറി റെഡി ആയി. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ സോയാ ചങ്ക്സ് അതൊന്ന് പിന്നെ വറുത്തെടുക്കണം. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. ആദ്യമൊന്നും ഇഷ്ടമല്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ എൻ്റെ മുമ്പിൽ ചിക്കനും ഇതും കൊണ്ടുവച്ചാൽ ഞാൻ ഇതാണ് കേട്ടോ കഴിക്കുക. എനിക്ക് വറുത്തിട്ട് വെറുതെ കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. വറുത്തിട്ട് ചില സമയത്ത് ഞാനിങ്ങനെ ഗ്രേവി പോലെ ഉണ്ടാക്കും കേട്ടോ. ഇന്ന് ഗ്രേവി ഒന്നും ഉണ്ടാക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കറിയൊക്കെ ആയി കഴിഞ്ഞിട്ട് ഞാൻ വേഗം കുളിച്ചു കേട്ടോ. കുളി കഴിയുമ്പോൾ തന്നെ ഒരു ആശ്വാസമാണ്. പിന്നെ കറിയൊക്കെ എടുത്ത് അമ്മയുടെ അടുത്തേക്ക് പോയി. അവിടെയാണ് കേട്ടോ ചോറ് വെച്ചിട്ടുള്ളത്. കറി ഞാൻ ഇവിടെ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോവുകയാണ് ചെയ്യുക. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി കേട്ടോ. ഉറങ്ങി എണീക്കുമ്പോഴത്തേക്ക് കുഞ്ഞൂസ് എത്താനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞൂസിന് ഞാൻ ഒരു ആപ്പിൾ ഉണ്ടായിരുന്നു, അത് ചെത്തി കൊടുത്തു. ഞാൻ വേറെ ഒന്നും ഉണ്ടാക്കിയില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് പുറത്തേക്ക് പോവാണ്. ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ പ്രാന്ത് എടുത്തിരിക്കുന്ന സമയമൊക്കെ ആണെങ്കിൽ എനിക്കൊന്ന് പുറത്ത് പോയാൽ ഞാൻ ഓക്കെ ആവും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് പുറത്തേക്ക് പോകുന്നത്. പിന്നെ ഈ ബാഗ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് പുതുതായിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. എൻ്റെ പഴയ ബാഗിൻ്റെ ലിങ്ക് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാണ്, അതിൻ്റെ ലിങ്ക് ഇല്ല. ഇത് നല്ല അടിപൊളി ബാഗാണ് കേട്ടോ. ഇതിൻ്റെ പല കളറിലും ഉണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്, ചെറിയ വിലക്കാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഫ്ലിപ്കാർട്ടിലുണ്ട്. ഞാൻ ഇതിൻ്റെ ലിങ്ക് ടാഗ് ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ ടാഗ് ചെയ്ത് കൊടുക്കാം. പിന്നെ വൈകുന്നേരത്തെ ഈ ഒരു യാത്ര നല്ല രസമാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇങ്ങനെ ഡൗൺ ആയിട്ട് ടെൻഷനൊക്കെ ആയിട്ടിരിക്കുന്ന സമയമൊക്കെ ആണെങ്കിൽ മൈൻഡ് ഒന്ന് ഫ്രീ ആവാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതാണ്. ആഴ്ചയിൽ ഒരിക്കൽ എനിക്ക് ഞാൻ പറഞ്ഞില്ല ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ ഓക്കെ ആവും കേട്ടോ. അപ്പോൾ പാൽപ്പൊടി വാങ്ങിക്കണമായിരുന്നു, പിന്നെ കുഞ്ഞൂസിന് ആപ്പിൾ വാങ്ങിക്കണമായിരുന്നു. അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിക്കാനുണ്ടായിരുന്നില്ല. പിന്നെ മെയിനായിട്ട് പുറത്ത് വരുന്നത് എന്തിനാന്ന് വെച്ചാൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ എനിക്കിങ്ങനെ ആഴ്ചയിൽ ഒരു തവണയൊക്കെ ഇങ്ങനെ പുറത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച് ഒന്ന് ഫ്രീ ആയിട്ട് വന്നാൽ ഞാൻ ഓക്കെ ആവും കേട്ടോ. ഏട്ടൻ എപ്പോഴും പറയും ആഴ്ചയിൽ ഒരു തവണ ഇതുപോലെ പോയിട്ട് റീചാർജ് ചെയ്താൽ ഒരാഴ്ചത്തേക്ക് ഓക്കെ ആണെന്ന് പറയൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.